സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കൂട്ടുകാർ കൂട്ടം ചേർന്ന് കൊണ്ടുപോയി പീഡിപ്പിച്ചു. ജ്യൂസിൽ വിഷം കലർത്തിയാണ് ബോധം കെടുത്തിയത്. അച്ഛന് ഈ ജാതി വാർത്ത അല്ലാണ്ട് വേറെ ഒന്നും വായിക്കാല്ലേ? നേരെ വെളുത്ത ഈ പീഡന കേസാ വായിക്കാനുള്ളൂ. അതൊക്കെ ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലടാ. അത് വേറെ എഴുതിയിട്ടുണ്ടല്ലോ ഓരോന്നതില്, അതൊക്കെ വായിച്ചൂടെ? വേറെ ഒരെണ്ണം. 18കാരന്റെ കൂടെ 45കാരി ഒളിച്ചോടി പോയി. 2 കുട്ടികളുണ്ട്. എന്താ കഷ്ടാലോചിച്ചേ. കൗസല്യേ, കൗസല്യേ, എന്താടാ ചെവി ഓട്ടിക്കണത്? ചെവിയാക്കൂലേ? എന്താ പറഞ്ഞാൽ മതി. ആ കുട്ടിയുടെ എത്തിയില്ലല്ലോ അത്ര നേരായിട്ട്. ഞങ്ങളുടെ എത്തിക്കോളിന് ആ കുട്ടി ടൂറ് പോയതല്ലേ? ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ അച്ഛ എപ്പോ വരും പറഞ്ഞ ഉച്ചക്ക് എത്തുന്ന് പറഞ്ഞ ഇപ്പൊ സമയം എത്രയായി? അങ്ങോട്ട് വരും. ഒറ്റയ്ക്കൊന്നല്ലോ പോയത്, വേറെ കുട്ടികളില്ലേ? പിന്നെ അല്ലേ നിങ്ങൾക്കൊന്നൊരു കൂസലെന്ന് പറഞ്ഞില്ലാട്ടാ. പഠിക്കണ സമയത്ത് എന്നെ ഒരു സ്ഥലത്ത് വിട്ടിട്ടില്ല. അതിപ്പോ ജോലിക്ക് കിട്ടിയ ശേഷമാണ് അവരോടൊപ്പം ഒന്ന് പോയത്. ആതിരപ്പള്ളി വരെയല്ലേ പോയിട്ടുള്ളൂ. അതിങ്ങെത്തും എന്തൊരു ടെൻഷനാണ് ഇതിങ്ങനെ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ് കാലം. പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്കൊന്നും. കണ്ട ആമ്പിള്ളേരുടെ കൂടെ ചിറ്റാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ നീ പറയണത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു നിനക്ക് മാത്രമേ ഈ പഞ്ചായത്തിൽ പെൺകുട്ടികളുള്ളൂ. പെൺകുട്ടികൾ വേറില്ലേ? ഒരുപാട് കുടുംബങ്ങളില്ലേ? ആ കുട്ടികളുടെ കാര്യം നോക്കലല്ല എന്റെ പണി. എനിക്ക് എന്റെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. വേറെ ഒരു രക്ഷിതാവും ഇല്ലാത്തത് എണ്ണം തരാൻ നിനക്കേ. അച്ഛ എനിക്ക് ഇപ്പോഴത്തെ ആമ്പിള്ളേരുടെ കാര്യം കൃത്യമായിട്ട് അറിയാം. നിനക്കറിയാന്നുള്ള എനിക്കറിയാം. എന്താ അറിയാത്? അല്ല ഇപ്പൊ അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പോട്ടെ. ഇനിയിപ്പോ മറ്റതെവിടെ? രണ്ടാമത്തെ അതിനെ കാണാനല്ലോ. ഓ, അത് സ്കൂളിൽ നിന്ന് വരണ്ടേ? വരാൻ സമയാവണേ ഉള്ളൂ. ഒരെണ്ണത്തിന് വകതിരിവ് എന്ന് പറഞ്ഞില്ല അവിടെ. പിന്നെന്താ ചെയ്യാ? എടാ കുട്ടികൾക്കൊക്കെ നല്ല വകതിരിവുണ്ട്. വകതിരിവില്ലാത്തത് നിനക്കാണ്. നല്ല ലക്ഷ്മി, അത് വേണ്ടിയിട്ടാണ് കടമ. എന്റെ അമ്മ അതാണ് ഡ്രസ്സൊക്കെ ആയിട്ട് പുതിയ ഡ്രസ് ഇട്ടിട്ടിരിക്കണ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ സ്കൂളില്. എന്റെ വൈകി അത് ഈ ബസ്സൊന്നും വരയ്ക്ക് കയറ്റുന്നില്ല. ഒരു മാരിയാണ്. ഞങ്ങൾ വന്നൊന്നിരിക്കാം. ഞങ്ങളായിട്ടാണ് ഒറ്റ പോക്കൻ. അച്ഛൻ 4 മണിക്ക് വരുന്ന പെണ്ണാ. മണി 4:30. എടാ അവള് വന്നില്ല. പിന്നെ എന്തിനാ നിന്നിട്ട് കുറയ്ക്കാൻ നിൽക്കണത്? എന്തായാലും കൊടുക്ക്. എന്തായാലും കഴിച്ചോട്ടെ. എന്തായാലും എടുത്തു കൊടുക്ക്. കഴിച്ചുമാ. നോട്ടം കണ്ട കണ്ടാ? ഒരൊറ്റ കുത്തം കൂടെ കൊടുക്കാനോ. നീ എവിടേക്കാ പണിഞ്ഞി? അതിന് ഭക്ഷണം കൊടുക്ക. എന്റെ പൊന്നെ, ഞാൻ തുണി എടുക്കാൻ പോവാ. തുണി എടുത്തിട്ട് ഇതുവരെ നീ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കുക? നീ എന്ത് കാര്യത്തിൽ? അച്ഛ, എനിക്ക് 2 പെൺകുട്ടികളാ. അച്ഛനൊരു ആൺകുട്ടിയായിരുന്നു. അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ നീ 4 മണിക്ക് കടറ അവിടെ വരാൻ പറഞ്ഞല്ലേ? ഇത് എന്താ ഇറങ്ങാത്ത? അല്ല, ഞാനേ ആ പെൺകുട്ടീനെ കാണാണ്ടേ അതിന്റെ ഒരു ടെൻഷനില്ല. ലക്ഷ്മിയെ പോവാന്നാ. ഞാനേ ആ ഫോണൊന്നും എടുക്കട്ടെ കേട്ടോ. ലക്ഷ്മിയെ, ലക്ഷ്മിയെ ഫോൺ എടുത്ത മോളെ. എന്തൊക്കെ ഉണ്ട് കൗശി ചേച്ചി? സുഖം തന്നെയല്ലേ? എന്ത് സുഖം. അങ്ങനെയൊക്കെ അങ്ങ് പോണു ചേട്ടാ. ക്ഷീണം വന്നിട്ടുണ്ടല്ലോ. ഓ എന്റെ പൊന്ന് ചേട്ടാ, ഈ ശീതളേട്ടന് എന്തൊരു ടെൻഷനാ. ഇന്ന് ദമയന്തി പോയതിന്റെ ടെൻഷൻ. എവിടെ പോയി? അവള് ടൂറ് പോയേക്കാണ് ആതിരപ്പള്ളിയില്. ഒറ്റയ്ക്കാണ്? അല്ല, ഓഫീസിലെ എല്ലാ സ്റ്റാഫും കൂടെ ആയിട്ട് അവള് പോയേക്കാണ്. എന്താ ടെൻഷൻ അടിച്ചേ? എനിക്കറിയാൻ പാടില്ല എന്തൊരു ടെൻഷനാണോ ആ മനുഷ്യൻ കാണിക്കുന്നത്. പൂവല്ലേ എന്നാ? നീ അവിടെ കൊഞ്ചി കുഴഞ്ഞ കണ്ട കുട്ടിക്ക് ചോറെടുത്ത് കൊടുക്ക്. ഓ, കൊഞ്ചി കുഴയാൻ പറ്റിയ ഒരു പ്രായം. ഞങ്ങള് പോട്ടെ. പോന്നില്ലേ?
ഹലോ. ആ എന്തായി മോള് വന്നോ? വരണ്ട സമയം കഴിഞ്ഞല്ലോ ഇപ്പോ. ആ ശരി, വന്നോറിനെ വിളിക്കട്ടോ. ശരി ശരി. ഇവനെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എന്ത് ഒരു കമ്പിന്റെ മുകളിൽ സാരി ഉണ്ട്, അതിന്റെ പിന്നാലെ പോയിരുന്ന മനുഷ്യനവൻ. നാട്ടത്ത് പൊമ്പിളർക്ക് കുളിമുറിയിലോ പോണക്കടവിലോ കുളിക്കാൻ പറ്റുവാ? ബസ്സിലത്തെ കഥ അറിയില്ല എനിക്ക്. ആ ഒരു പെണ്ണിന്റെ ബാക്കിലാണ് കയറി പിടിച്ചിട്ട് അപ്പുറത്തിരുന്ന മാഷനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട്. പിന്നെ സുഗതതൊക്കെ പണ്ടത്തെ ഓരോ കാര്യങ്ങളല്ലേ. ഇതെന്തിനു നിങ്ങൾ ഇപ്പൊ കുത്തിവെക്കിട്ട്? അതെ, എന്റെ 2 പെമ്മക്കളെ അറിയില്ലേ നിങ്ങൾ? മുതിർന്ന് കണ്ടില്ലേ? 2 പൊമ്മക്കൾ ഉണ്ടാവും വിചാരിച്ചിട്ടാ. എടാ പത്രത്തിലത്തെ ഓരോ വാർത്തകളൊക്കെ ഒന്ന് കേട്ടു നോക്കി, എന്താ അവസ്ഥ? ആ അത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു പത്രത്തിലെ വാർത്തയൊക്കെ. തന്നെ പോലുള്ളവരുടെ പെരുമാറ്റം കാരണം എന്ന് കരുതിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും അങ്ങനെയൊന്നും കരുതരുത്. നീ ഞങ്ങളെ വരെ സംശയിച്ചില്ലേ? നിന്റെ വീട്ടിൽ ഞങ്ങൾ കയറ്റുണ്ട കയറി വഴിക്ക് നീ ഒരു കാരണം പറഞ്ഞിട്ട് കൂട്ടിയിട്ടുണ്ട് ഞങ്ങള്. ഇതൊന്നും അല്ലാതെ സ്വൈരായിട്ടിരുന്ന് സംസാരിക്കാച്ചിട്ട് വേറായിട്ടിരുന്ന് സംസാരിക്കാം. എല്ലാവരും എന്നെ പോലെ ഒന്ന് കരുതരുതടാ നീ. ആ ഹലോ. ആ വന്നോ? ആ ഇത്രയും ആ ആ ശരി ശരി ശരി. ആ ഞാൻ പോരാ. ആ അങ്ങനെ പേടിയാണെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വിടണ്ടേ? നിങ്ങൾ ഫാമിലി ആയിട്ട് പോയാൽ മതി ടൂറ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ കൂടി കുത്തി തിരികെ പോവാന്ന് പറയുമ്പോ കൂട്ടുകാരുടെ കൂടെ അത് നീ പ്രായമായ പെൺമക്കളുടെ അവരുടെ കൂടെ പോ. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ശല്യമുള്ളവരൊക്കെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാലോ. എന്റെ സ്വഭാവം അതായിരുന്നില്ലേ? നീ ഒന്നും ഉണ്ടായിരുന്ന സൂതായി തൊട്ടയിൽ വിളിച്ചൊക്കെ കാര്യം പറയണത് അല്ല. പിന്നെ ശരി ടെൻഷനേ ആവശ്യമില്ല. ടെൻഷനാ. കല്യാണം കേട്ടെന്നാ ചൊറിയില്ല. അച്ഛന്റെ അമ്മയുടെ സ്വഭാവമാണ് പകുതി കുട്ടികൾക്ക് കിട്ടേ. അതെ, ഇവന്റെ സ്വഭാവം അങ്ങനെ ഇവന്റെ പെൺകുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ള പേടിയാണ് അവനെ. നമ്മള് കല്യാണം കഴിച്ചിട്ടാ കുട്ടികളും ഇല്ല, ഒരു പരിപാടിയും ഇല്ല, ഒരു ടെൻഷനില്ല, ടൂറും പെട്ടോ ഒന്നും പെട്ടാ. അതിനൊക്കെ ഒരു യോഗം വേണം. അതില്ലാത്തതിന് നീ അതിൽ സമാധാനിച്ചിട്ട് കാര്യമില്ല. എന്റെ ജമ്മ അങ്ങനെ പോകും. ഓളെ പറഞ്ഞ ശരിയായിരിക്കുവാ? കൗസല്യേ, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ലൊരു ചെക്കൻ ഈ പെണ്ണിനെ ഇങ്ങനെ തേരാപാര നടത്താതെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത ഒരു സമാധാനം ഉണ്ട്. എടാ നിന്റെ സമാധാനത്തിന് അവളെ കല്യാണം കഴിപ്പിക്കൽ നടക്കുവോ? അത് തന്നെ, അവളൊന്നും സമ്മതിക്കണ്ടേ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് വളർത്തിണ്ടാക്കിയ കുട്ടിയല്ലേ അവള്. അവളുടെ പഠനവും കഴിഞ്ഞപ്പോ ഒരു ജോലിയായി. ഇനി മൂക്കിൽ പല്ല് മുളക്കാൻ കാത്തിരിക്കാണോ നിങ്ങള്? അതെ, ഇപ്പോഴത്തെ കുട്ടികളാണ്. അവർക്ക് ഓരോ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നാളെ ജോലി ചെയ്യണം, അത് കഴിഞ്ഞ് കല്യാണം എന്നൊക്കെ. ഇപ്പോഴേ അങ്ങ് കെട്ടിച്ചു വിടുവാണോ? അത് പറഞ്ഞവന്റെ തലയെ കയറണ്ടേ? നിങ്ങൾ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിൽ ശരി, അവളുടെ കല്യാണം ഞാൻ ഇപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് നടത്തും. ഞാൻ പറഞ്ഞ പോലെ അയച്ചുതരാം. അത് കൂടെ വർക്ക് ചെയ്യുന്ന വല്ലവരും ആയിരിക്കുന്നേ. പൊന്നു ശീതള, കുട്ടിക്ക് കൂത്തുണ്ടാവും. എനിക്ക് വല്ല അസുഖം വരും കേട്ടോ. എന്തൊരു BP. എന്റെ കൂടെ ജോലി ചെയ്യണതാണ്. മിണ്ടാതിരിക്കണ്ട ശീതള. എന്തിനാണ് മിണ്ടാണ്ടിരിക്കണത്? ഇത്ര പോകുന്ന ഒരു പെണ്ണ് ഒരുത്തന്റെ പിന്നിലിരുന്ന് വരുമ്പോ എടാ അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? ഒന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാ പറയണ അച്ഛാ. എന്റെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ചൂടാവണത്? പ്യാരിയേട്ടൻ പോകുന്ന വഴിക്ക് തന്നെ ആക്കിയെന്നേ ഉള്ളൂ. അത് മാത്രമല്ല, അച്ഛന്റെ തറവാട് വീടിന്റെ അടുത്താ പ്യാരിയേട്ടന്റെ അമ്മയുടെ വീട്. നമ്മളെല്ലാരും അറിയാമെന്നും പറയുന്നുണ്ട്. എന്താ അവരുടെ പേര്? മന്ദാകിനി. എന്ത്? മന്ദാകിനി.
ഇങ്ങനെ പോയ പിന്നെ ഭ്രാന്താ കേട്ടോ. ഇതെന്താ ലോകത്തിന് വേറെ ആർക്കും പെൺമക്കളൊന്നും ഇല്ലേ? ഒരു പ്രശ്നമുണ്ട് സൂത. അപ്പൊ അതല്ലേ എന്താ നീ ചോദിക്കണത്? എടാ നമ്മുടെ മന്ദാകിനി ഇല്ലേ? ഏത് മന്ദാകിനി? നിന്റെ പഴയ മന്ദാകിനിയാ? നീ അവിടെ കണ്ട? കാണല്ല, വേറെ എന്തെങ്കിലും ചെയ്താ? അവൾക്കൊരു മകനുണ്ട്. നിന്റെ എന്താ നീ പറയണ സൂത? നീ മനുഷ്യൻ സമാധാനം ഇല്ലാണ്ട് ഓരോ കാര്യം പറയുമ്പോ. അല്ല, അവൾക്കൊരു മകണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാ? അപ്പൊ നീ ഇപ്പോഴും അവളായിട്ട് ബന്ധണ്ടാ? എന്റെ സുഖത, എനിക്കൊരു വിഷമുണ്ടോ ഒന്ന് പറഞ്ഞത് കേൾക്കും. നീ കാര്യം പറയട്ടെ. വെറുതെ തോക്കിന്റെ ഇടയിൽ കയറി വെടിയൊക്കെ പറഞ്ഞ അങ്ങനെ. ശരി, അവൾക്കൊരു മകണ്ട്. പ്യാരിജാത് എന്നാണ് അവന്റെ പേര്. പേര് കണക്കറിയോ? അത് ഇപ്പൊ കുട്ടി വർക്ക് ചെയ്യണത്, അവൻ വർക്ക് ചെയ്യണോടത്ത് അവരുടെ ഒപ്പ. അങ്ങനെ ഈ പ്യാരിജാതനായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രശ്നം എന്ന് പറയുമ്പോ അവര് തമ്മില് എനിക്കിപ്പോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവള് പറഞ്ഞ വെച്ചാ സ്നേഹിച്ചോട്ടെ, ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും. പക്ഷെ മന്ദാകിരിയുടെ മോൻ എന്ന് പറഞ്ഞത് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തൊരു കഷ്ടം. ലോകത്തുള്ള ചെറുപ്പക്കാരെ മുഴുവൻ പേടിയാണ് അവൻ. അവരുടെ ആരുടെയും കണ്ണുപെടാണ്ട് മകളെ പൊന്നുപോലെ വളർത്തിയതവൻ. എന്നിട്ട് അവസാനം അവൾ ചെന്ന് പെട്ടത് എവിടെയാ? ഇവൻ തേച്ച് ജീവിതം തൊലച്ച മന്ദാകിനിയുടെ മകന്റെ മുമ്പിൽ. ഇത് പ്രതികാരട്ടോ. ഇത് പകരം കൂട്ടാൻ പറ്റുന്ന സിനിമയാണിത്. നീ എന്താണ് ഒന്നും അറിയാത്ത പോലെ പറയണത്? ഈ മന്ദാകിനോട് ഇവൻ ചെയ്ത ദ്രോഹണക്ക് അറിയണതല്ലേ? അറിയാം. അവളുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറഞ്ഞു, ശീതളിനെ വിശ്വസിക്കരുത്, അവനെ കെട്ടരുത്, അവൻ പെണ്ണ് പിടിയനാണ്, ചീട്ട് കളിയനാണ്, കുടുംബം നോക്കാത്തവനാണ്. ഇതൊന്നും വിശ്വസിക്കാണ്ടല്ലേ അവളെല്ലാം വിട്ടിട്ട് ഇവന്റെ കൂടെ ഇറങ്ങി വന്നത്. ആ സമയത്ത് ഇവൻ ചെയ്ത എന്താ? മന്ദാകിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു പെണ്ണിനെ കണ്ടപ്പോ അങ്ങോട്ടാ പോയി. നമ്മൾ ഇടപെട്ടിട്ടല്ലേടാ ഒരു പ്രശ്നമില്ലാത്ത പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവളത് മറക്കുവോ? അപ്പൊ അവള് മകനെ കൊണ്ട് പകരം വീട്ടിക്കണം തന്നെ. അത് നീ അനുഭവിച്ചോ? അവനോ കുഴിച്ച കുഴിയിൽ അവനോ വീഴും. സുധാ, ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞത് നീ ഇപ്പൊ എന്നെ എന്തെങ്കിലും ഒന്ന് ചേടാക്കി സമാധാനം ഇല്ലാത്തോണ്ടാ പറഞ്ഞു. എന്റെ കുട്ടി എവിടെയെങ്കിലും പോയി പെടും. ശരിടാ, ടെൻഷൻ അടിക്കണ്ട. കൂടെ ഒന്നും നമ്മളുണ്ട്, എപ്പോ ഉണ്ട്, ഇന്നും ഉണ്ട്, ഇനി. അതെ, പണ്ടത്തെ കാലം ഒന്നല്ലല്ലോ. എന്തായാലും നീ പേടിക്കണ്ട, ഞങ്ങൾ അവനൊന്ന് കാണട്ടെ.